നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ പ്രധാനമുള്ള ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായി ഒരു സഹമെത്രാനെ ലഭിക്കുന്ന ഒരു ദിവസം. 28 വർഷങ്ങൾ ഈ രൂപത പിന്നിടുമ്പോൾ ആദ്യമായി ഒരു സഹമെത്രാൻ ഡി സെൽവരാജൻ പിതാവ് ഇന്ന് സ്ഥാനാരോഹണം ഏൽക്കുകയാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വലിയൊരു സ്റ്റേജും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായ വിൻസെന്റ് പീറ്റർ അച്ഛനാണ്. അച്ഛാ, വലിയ രീതിയിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഏറെ സന്തോഷത്തിലാണ് ഈ രൂപത മക്കൾ എല്ലാവരും. എന്തൊക്കെയാണ് ഇന്ന് 3:30-ക്കാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടത്? നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. ആഗോള കത്തോലിക്ക സഭ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നെയ്യാറ്റിൻകര രൂപതയ്ക്കും ലോകത്തിനും മംഗളകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നെയ്യാറ്റിൻകര രൂപതയുടെ സഹമെത്രാനായി അഡ്ജത്തൂർ മെത്രാനായി റൈറ്റ് റവറൻ ഡോക്ടർ സെൽവരാജൻ ദാസൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് അഭിഷേകത്തിനാകുകയാണ്. ഏകദേശം 10,000-ഓളം ആൾക്കാരെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അത് രൂപതയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും എല്ലാമായിട്ട് ഏകദേശം 300-ഓളം വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒരു 30 മെത്രാന്മാരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിലേക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വളരെ വലിയ സഹായമാണ് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അംഗങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് സഹകരിക്കുകയും ഈ മുനിസിപ്പൽ സ്റ്റേഡിയം തന്നെ ഇതിലേക്ക് വേണ്ടി വിട്ടുതരികയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലേക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരുള്ള സംയുക്ത മീറ്റിംഗ് കൂടുകയും അവർ എല്ലാവിധമുള്ള സഹായവും ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഡി സെൽവരാജൻ പിതാവ് ഇന്ന് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ 1996-ലാണ് നമ്മുടെ രൂപത സ്ഥാപിതമാകുന്നത്. ആദ്യമായി അതും ഒരു കോഡ്ജതൂർ ബിഷപ്പായിട്ട് ഇവിടെ സ്ഥാനം ഏൽക്കുകയാണ്. എങ്ങനെയാണ് രൂപതയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയെ കാണുന്നത്? തീർച്ചയായിട്ടും അഭിമന്യ റൈറ്റ് റവൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പിതാവ് ഏകദേശം 28 വർഷത്തോളം ആ പ്രാരംഭ രൂപതയെ നയിച്ച് അതിനുവേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലും അതോടൊപ്പം അടിസ്ഥാന ക്രൈസ്തവം രൂപപ്പെടുത്തുവാനും പാസ്റ്റൽപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വ്യക്തമായുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ രൂപത മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. രൂപതയുടെ ആരംഭം മുതൽ നടക്കുന്ന ഈ പ്രക്രിയയിൽ കൃത്യമായിട്ട് പങ്കെടുത്ത ഒരു വ്യക്തിയാണ് പുതിയ സഹമെത്രാൻ റവൻ ഡോക്ടർ സെൽവരാജൻ ദാസൻ. അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അഭിമന്യ പിതാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിലും അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനും പിന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപതയുടെ നവോത്ഥാനത്തിനും നവീകരണത്തിനും അത് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1500-ഓളം ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അൽമായരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ അൽമായരും ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും വൈദികരും അൽമായരും ഒരുമിച്ചാണ് ഈ കോൺസെക്രേഷന്റെ എല്ലാ പരിപാടികളും രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. പിതാക്കന്മാർ ആരൊക്കെ പങ്കെടുക്കും? ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ റൈറ്റ് റവൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ അവറുകളാണ്. സഹ കാർമ്മികരായിട്ട് തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോയും സഹ കാർമ്മികനായിട്ട് പുനരുൽ മെത്രാൻ റൈറ്റ് റവൻ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുപുത്തനും സന്നിഹിതനായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി അപ്പോസ്റ്റലിക് നുൻഷ്യോ മോസ്റ്റ് റവറൻ ഡോക്ടർ ലിയോപോൾഡോ ജിറേലി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്ദേശം നൽകുന്നതിലേക്ക് വേണ്ടി തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത ആൻഡ്രൂസ് താഴത്ത് പിതാവ് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം അതിരൂപത മലങ്കര അതിരൂപത സഹമെത്രാനും സന്ദേശം നൽകാൻ വേണ്ടി എത്തുന്നുണ്ട്. കൂടാതെ 30-ഓളം മെത്രാന്മാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം 300-ഓളം വൈദികരെയും 300-ഓളം സിസ്റ്റേഴ്സിനെയും 10,000-ഓളം അൽമായരെയും ഇവിടെ വരുവാനും അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.